ബർത്ത്ഡേകൾ നല്ല ഓർക്കുക. ചായക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ചായക്കുട്ടി നല്ല ഉറക്കാട്ടാ. അയ്യോ, ഒരു 6:30 ആകുന്നുള്ള സമയം. ഇടക്കിടക്ക് എണീക്കുന്നുണ്ട്. ഇപ്പോഴാണ് എണീക്കണേന്ന് അറിയാൻ പാടില്ല. വേഗം പഴയൊക്കെ വെച്ചിട്ട് ചായക്കുട്ടിക്ക് കുഞ്ഞി സർപ്രൈസ് കൊടുക്കും. അങ്ങനെ 2 വർഷമായി ചായക്കുട്ടിനെ ഞങ്ങൾക്ക് കിട്ടി. മാർച്ച് 3 വെരി വെരി സ്പെഷ്യൽ ഡേ. കൊച്ചു നല്ല ഉറക്കണം. ഇടയ്ക്ക് എണീക്കണൊക്കെ ഉണ്ട്. 6:30 ആയിട്ടുള്ളൂ. കുറച്ച് നേരത്തെ ഞാൻ എണീറ്റ്. അവൾ എണീക്കണേ നമ്മൾ കുറച്ച് പണിയൊക്കെ തീർത്തിക്കണം. പിന്നെ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാം. കുഞ്ഞു 6:30 ആയിട്ടുണ്ട്. ചായക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ട്. എനിക്ക് വരുമ്പോൾ ഒരു കുഞ്ഞ് സർപ്രൈസ്. വേറെ നല്ല കുറച്ച് ബലൂൺസൊക്കെ ഉറപ്പിച്ച് ഇവിടെ ഇടാൻ ഞാൻ വിചാരിച്ചു. ടൂയാന്നൊക്കെ പറയുന്നുണ്ട്. സർപ്രൈസ്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ. ഇവിടെ ഉണ്ട് സായ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. വാ വന്നേ, ഇങ്ങോട്ട് വന്നേ. അമ്മ എടുക്ക. ഓടി വാ. സായക്കുട്ടിയെ എടുത്തുണ്ടെന്നേ ചേട്ടാ. ഒയ്യോടാ കരയിൽ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മച്ച് പൊണ്ണു കരയല്ലേ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാ. അയ്യോ, രാവിലെ തന്നെ കരച്ചിലാണല്ലോ. എന്ത് ഭംഗിയല്ലേ സായക്കുട്ടി കരയുമ്പേ അല്ലേ ചേട്ടാ? പോട്ടെ പോട്ടെ പോട്ടെ. എന്തിനാ കരഞ്ഞേ? ചാച്ചണോ ചാച്ചണോ? രാവിലത്തെ പണിയൊക്കെ വേഗം കഴിച്ചു വെച്ചിട്ട് ഞങ്ങൾ വേഗം ഡെക്കറേഷൻ തന്നു. കുറേ ബലൂൺസ് വീർപ്പിക്കാനുണ്ടായിരുന്നു. അതുപോലെ അവളുടെ ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചാലും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് അവളുടെ ബർത്ത്ഡേ പാർട്ടിക്കുള്ള സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടാ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ കളേഴ്സുള്ള ബലൂൺസും ഒക്കെ ആയിട്ട് അവളുടെ ടോയ്സൊക്കെ വെച്ച് നല്ല സൂപ്പറായിരുന്നു. പോവാം. നമുക്ക് അങ്ങനെ ഞങ്ങളുടെ ഗാനമേളൊക്കെ കഴിയുമ്പോഴത്തേന് എല്ലാവരും വന്നു. കുഞ്ഞിന് ആകെ എല്ലാവരെയും കണ്ടപാടെ ഷോക്കായി. കുഞ്ഞിൻ്റെ ടൂയാന്ന് കുഞ്ഞ് പറഞ്ഞു നടക്കണേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. പിന്നെ അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു. 5 മണിക്കാണ് പരിപാടി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർ എത്തുന്നേ ഉണ്ടായിരുന്നു. മാമന്റെ മോളല്ലേ നന്ദു? വിളിക്കട്ടെ, മാമനെ വിളിക്കട്ടെ ഞാൻ. ആരമോളാ? നാടിൻ നന്മകളെ
പണ്ട് മഹാധ്യായം തുടക്കമയന്ന് ഇറുതി കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത് സ്നേഹം വന്നാൽ മധുരത്തേന് തീനായി തൂവും വന്ദിച്ചാറ് കോപം കൊണ്ടാകമേ നൊന്താൽ വേറാരും വേണ്ടിയില്ലെന്മാര് ആഹാർമാദം ആർക്കും മന്മാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മന്മാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം വളരട്ടെ വയസ്സ് എണ്ണിൽ തളര് മുടിതട്ടാ മുഖമേ ഇരുകണ്ണിനഴകേ പുരുഷത്വത്തികവേ പലകാലം നീ വാഴ് കടലും കരയും ഇന്നിളക്കമല്ലേ സമയം നിലയ്ക്കുവാനൊരുക്കമല്ലേ ഇത് സുദിനമല്ലേ ആഹാർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം 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 సాపాదిండు సంసారాన్ని వేడెక్కించావే അഞ്ച് മണി പറഞ്ഞിട്ട് എല്ലാവരും കറക്റ്റ് 6 മണിയായപ്പോഴത്തേന് എത്തിയിട്ടുണ്ടായി. നിങ്ങളെ ഗുൽമോഹർ കണ്ട ഗുൽമോഹർ വന്നിട്ടുണ്ടായിരുന്നു അങ്കുട്ടിയുടെ ബർത്ത്ഡേക്ക്. ആദ്യം അവരെ എത്തിയത്. അതിനുശേഷം ആര്യയും മനുവൊക്കെ വന്നു. ഒരു ടീമും കൂടിയും വരാനുണ്ട്. വിളിച്ച് വഴി ചോദിച്ചിട്ടുണ്ട്. വഴി തെറ്റാണ്ടിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു. പിന്നെ ഞങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് കളിക്കലായി. ഞാൻ വാവേനെ എടുക്കണതായിക്ക് സഹിക്കാനുണ്ടായില്ല. പിന്നെ ഞങ്ങൾ മുകളിൽ പോയി ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും കൂടുന്നത്. എല്ലാവരുമായിട്ടും ഡെയിലി കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും കാണുന്നതൊക്കെ അപൂർവമായിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഫുഡിൻ്റെ പരിപാടിയിലേക്ക് കടന്നു. ഓരോരുത്തരായിട്ട് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ട് സൈഡിൽ. പിന്നെ പോണ നേരത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സെൽഫി എടുത്തു.
മൂന്നാം തീയതി തൊട്ട് 9-ാം തീയതി വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ സായിക്കുട്ടി അമ്മ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇത് പിറ്റേ ദിവസം കൊച്ചു കിടന്ന് ഉറങ്ങുന്നതാണ്. എവിടെ പോവാ? ആരെ കാണാനാ പോണേ? എവിടെയാ പോണേ? എവിടെയാ പോണേ ആയിക്കുട്ടി? അത് സുന്ദരമായിട്ടുണ്ടല്ലോ. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് ഹായ് പറഞ്ഞേ. ഓ കിസ്സൊക്കെ ഉണ്ടല്ലോ. അച്ചോടാ നല്ല കുട്ടിയാണല്ലോ. ഹായ് പറഞ്ഞേ. പുറത്ത് നല്ല ചൂടാ. സായക്ക ചൂട് ഒട്ടും സഹിക്കാൻ പറ്റൂല. പോയി വന്നപ്പോൾ ആൾ ഭയങ്കര ടയേർഡായി. അങ്ങനെ ഒരു തണ്ണിമത്തനൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ സദ്യക്ക് പോയി. അവിടെ ചെന്നപ്പോൾ സ്വന്തമായിട്ടൊരു ഇല കിട്ടി, ഊണ് കിട്ടി. പുള്ളിക്കാരത്തി അതിൻ്റെ സന്തോഷത്തിലായിരുന്നു. സായക്ക് ചേട്ടാ, സായക്ക് മതി മതി മതി. ചേച്ചാ ചേച്ചാ എന്താ തിന്നണ കൊച്ച്? ചെന്താർമിഴി പൂന്തേ മൊഴി കണ്ണിനു കണ്ണാമെൻ കൺമണി. ചെന്താർമിഴി പൂന്തേ മൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി. കണ്ണൂഞ്ചലാടും മങ്കൈ മണി നീ മാർഗഴി തിങ്കളിൻ മടുമലർ മടിത്തട്ടിലേ പൊന്മാനോ പാൽക്കനവോ. അങ്ങനെ ഞങ്ങൾ വൈകിട്ടതോടെ കഴിമ്പറത്തെത്തി. സൂപ്പർ. മതി. ഡാൻസും ആനക്കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഒരുവിധം ക്ഷീണിച്ചിരുന്നു. പിന്നെ പൊരി തിന്നാൻ തുടങ്ങി. അപ്പം അന്നേരത്ത് ഞങ്ങളൊരു മൂവി ഇട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബോഡി ഗാർഡൊക്കെ കണ്ട് കൊച്ചിനെ ഒന്ന് ചീറപ്പാക്കി അങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നു. ഹലോ, അങ്ങേലിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണിന്ന്. ബലൂണൊക്കെ ചാടിപ്പോയി. നങ്ങേലി അമ്മ നല്ല ഉറക്കമാണ്. ഒച്ചോടാ. ലൈറ്റ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ വേഗം ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പണി കാണും. ചൂട് കൊച്ചിന് സഹിക്കാൻ പറ്റൂല. ഉറക്കട്ടെ. പായസം
മാമൻ പൂമ്പല്ലൂണൊക്കെ ഹാളിലിട്ടാ മതിയെന്ന് കേട്ടാ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ കൊച്ചിന്റെ ടോയാണ്. അയ്യോ ഞാൻ അമ്മൂട്ടിയുടെ പിറന്നാളാട്ടാ. ഇവിടെ എന്തൊക്കെയുണ്ട്? നോയാ നോക്കിയേ, മുല്ലപ്പൂ നോക്കിയേ. വാ അവിടെ മുല്ലപ്പൂ എവിടെ? നോക്കിയേ, ഒന്ന് ചിരിച്ച പൊന്നെ. ഒച്ചോ എന്തിനാ കറിയേ? അമ്മയും കൊച്ചോടെ? അമ്മയും കുഞ്ഞോടെ? അമ്മയും കുഞ്ഞും ഇതാണ് അമ്മയുടെ കുഞ്ഞാണത്. അയ്യോ ഒക്കെ വരുന്നുണ്ട അണ്ണൻ ആൺകുട്ടിക്ക്. അമ്മണെന്ന ആൺകുട്ടിക്ക് ഓർക്ക വരുന്നില്ല. ചോദിക്ക് ഓർക്ക വരുന്നുണ്ട. പെരുന്നാൾ കുഞ്ഞാ വീട്ടിൽ മൂട്. അവിടെ വെച്ചാണ് ഞാൻ രേവതിയെ ആദ്യമായി കണ്ടത്. അവളുടെ ചിത്രങ്ങൾ എന്റെ ക്യാമറയിലല്ല പതിഞ്ഞത്, എന്റെ കണ്ണുകളിൽ, എന്റെ ഹൃദയത്തിൽ, എന്റെ മനസ്സിലെ ഒരു കൊച്ചു ചില്ലുകൂട്ടി. അവളെക്കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങളുടെ ചിത്രങ്ങളെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചു. രാവിലെ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി ദേവിയുടെ അനുഗ്രഹം മേടിക്കാൻ. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ദേവീ ക്ഷേത്രമുണ്ട്. ആ ദേവിയുടെ ഉത്സവത്തിൻ്റെ അന്നാണ് ഞാൻ സായിക്കുട്ടിനെ പ്രസവിച്ചത്. അതുകൊണ്ട് എല്ലാ കൊല്ലം ഞാൻ അവളോടെ കൊണ്ടുപോകാറുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും മാമന്മാരും നേമയും നീലമ്മയും ഒക്കെ വന്നിട്ടുണ്ടായി. പിന്നെ അവരായിട്ടായിരുന്നു കളി. അതായത് ഉത്സവപ്പറമ്പിന് വാങ്ങിച്ചു കൊടുത്താണ്. കുട്ടിക്ക് എവിടെ പോയാലും ബലൂൺ മാത്രം മതി. അത് കാരണം ഇപ്പം ഞാൻ ബലൂൺ മേടിച്ചു കൊടുക്കാറില്ല, എന്തെങ്കിലും കളിപ്പാട്ടോടെ മേടിച്ചു കൊടുക്കാൻ. പിന്നെ അവരായിട്ട് നിന്ന് വിശേഷമൊക്കെ പറഞ്ഞ് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം അവൾ നിലത്ത് നിന്നിട്ടില്ല. அவளது அழுகை அமுதமாக ஒலித்தது. ഈ വട്ടം ഒരുപാട് ബലൂൺസ് വീർപ്പിച്ചാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സായക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ടം ബലൂണാണ്. പിന്നെ സായക്കുട്ടിയുടെ കാശിയും ആദിയും പിന്നെ എൻ്റെ ആൻറ്റിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കാനുണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ നല്ല പണിയിലായിരുന്നു. അടുക്കളയിൽ എല്ലാവരും പണിയില്ല. എന്നിട്ട് അഞ്ചും നിൽക്കും. ചായ എന്തുട്ട സായോ ഇത്? എന്തത്? അമ്മേ ഇതായിരുന്നു സായക്കുട്ടിയുടെ ഏറ്റവും വലിയ സർപ്രൈസ്. അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛമ്മയും അച്ചാച്ചനും അപ്പച്ചിയും അപ്പയും പിന്നെ അപ്പച്ചിയുടെ അവിടുത്തെ ലളിതമ്മയും അതേപോലെ ചേച്ചിമാരും ഉണ്ടായിരുന്നു. ആൾക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. ആൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കണ്ടായിരുന്നു കാറ് വന്നപ്പോൾ. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ. വേഗം അപ്പച്ചയുടെ ഒക്കത്ത് കയറിയിരുന്ന് എല്ലാവരോടും വിശേഷമൊക്കെ പറഞ്ഞ് കുട്ടി ആകെ എക്സൈറ്റഡ് ആണ്. എല്ലാവരും ഉണ്ടല്ലോ എന്താണെന്നൊരു പിടിയുണ്ടായിരുന്നു. ആശംസകളുടെ സൗഗന്ധികങ്ങൾ പ്രിയമാനസാ ഞാൻ അർപ്പിക്കട്ടെ.
പായസമരുളുകയായി രസമോടെ നുണയുകയായി പാൽമണമൂറും മധുരങ്ങളോടെ പായസമരുളുകയായി രസമോടെ നുണയുകയായി. പിള്ളേർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ അമ്മമാരും ചേച്ചിമാരും അപ്പച്ചിയൊക്കെ ഇരുന്ന് കഴിച്ചു. ലളിതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. അതുകൊണ്ട് ലളിതം ഇരുന്നത് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്. കുഴലിൽ നീർക്കണങ്ങൾ മെല്ലെ മെല്ലെ മുത്തുമാല ചാർത്തുകയാ. കലാലോലം കണ്ണുകൾ നറും തേനും നിസ്വരം മിഴിക്കോണിൽ അഞ്ജനം കിനാവാകും മഞ്ചലിൽ. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പരിപാടിക്കും ഞങ്ങളുടെ പിള്ളേരുണ്ടാവും കേട്ടോ. അവരില്ലാണ്ട് ഒരു കാര്യങ്ങളും ഞങ്ങൾ ആഘോഷിക്കാറില്ല. നല്ല ഒരാളുണ്ടായില്ല. എന്ത് തിന്നണേ ചേച്ചമ്മയുടെ മോൻ എന്തിനണേ? ചേച്ചമ്മ കയറിയോ? അന്റെ പൊന്നു മോളിലൊക്കെ കണ്ണേരിട്ടുണ്ടല്ലോ ചുണ്ടടി. ഈശ്വര, ഇവന്മാരൊക്കെ വളർന്ന് പടർന്ന് പന്തലിച്ചല്ല. പെങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തുക തരുമോ അളിയ? പള്ളിക്കുർവാനയ്ക്ക് മലകേറിപ്പോകുമ്പം കുരിശായി ചുമന്നില്ലോടാ. സായ പിന്നെ നല്ല കോസ്റ്റ്യൂമിലാണ് കുറച്ചേരായിട്ട്. ലോഡിയടാ. എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി തുടങ്ങി. സായ്ക്കുട്ടി വേഗം ഉടുപ്പൊന്നും ഇടാണ്ട് തന്നെ അവർ കൂടെ പോകാനായിട്ട് ഇറങ്ങി.